ഹലോ ഹായ് നമസ്കാരം. സാനിർ പാറപ്പാറിനാണ്. പ്രഷർ കുക്കറിലെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കും. നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കും, എന്നാലും എൻ്റെതായ രീതിയിൽ ഞാനൊന്നും കൂടി പ്രസൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ അങ്ങോട്ട് ലൈക്കിൻ്റെ ബട്ടണ് ഒന്നങ്ങോട്ട് ഞെക്കിയാൽ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലും സബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെയാണ് ആസ് യൂഷ്വൽ. എല്ലാവരും അവരോട് ഇഷ്ടം പോലെ ഓരോന്ന് ചെയ്യുക, സഹായിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. കുറേ ആയില്ലേ കണ്ടിട്ട്, എന്നാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങുമല്ലേ. അങ്കം അങ്ങോട്ട് തുടങ്ങിയേക്കാം. അപ്പോൾ അങ്കം അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്കം തുടങ്ങിയാന്ന് വെച്ചാൽ ആദ്യം തന്നെ വിസിലടിച്ച് കുക്കറിൽ വിസിലടിക്കണ കാണിച്ചിട്ട് ഇവൻ എന്തൊട്ട് തേങ്ങ ഇറങ്ങി അത് പറയാൻ പോണേന്ന് ചിന്തിക്കണ്ട. ഇവൻ എന്താണ് ഒരെണ്ണത്തിൽ വിസിലടിക്കണ കാണിച്ച് ഒരെണ്ണത്തിനകത്തേക്ക് ഉപ്പിട്ട് ഇളക്കണയുള്ള കാണിക്കണ എന്തുട്ടെങ്കിൽ അത് പരിപാടി ചിന്തിക്കണ്ട. നമ്മുടെ പരിപാടി കുക്കറിൽ വയ്ക്കുന്ന ഗീ റൈസും കുക്കറിൽ വയ്ക്കുന്ന ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കനിലേക്ക് ആവശ്യമായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 സവാള 2 തക്കാളിയാണ്. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ആദ്യം തന്നെ കൂടെ ഒഴിച്ചൊന്ന് മൂപ്പിച്ചോട്ടെ. ചേർക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റാണ്, എല്ലാം കൂടെ ഒന്നിച്ച് അരച്ചാണ്. സവാളയും തക്കാളിയും കീറുന്ന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പുറത്ത് നല്ല പെരും മഴ പെയ്യുന്ന സമയത്തായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകെ മാറിയതുകൊണ്ട് 1-2 ഭാഗങ്ങൾ വീഡിയോ എടുക്കാനും പറ്റിയില്ല. തക്കാളിയും സവാള ഒന്ന് വാടി കഴിഞ്ഞ പിന്നീട് തക്കാളി ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ അതെ ആ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 3/4 കിലോ അരിയാട്ടോ എടുത്തേക്കുന്നത്. ആ കപ്പിന് 1 കപ്പ് അരിയാണ് എടുത്തേക്കണം. അത് ഒരു 4-5 പ്രാവശ്യം കഴുകി നല്ല അടിപൊളിയായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വച്ചേക്കിനേട്ടോ, കുതിരാൻ വച്ചേക്കിനേട്ടോ. ഒരു സൈഡിൽ അടുപ്പത്ത് നമ്മുടെ കോഫിയും കൂടെ ഇരുന്ന് തിളയ്ക്കേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. അത് നമ്മുടെ ഇതിനകത്ത് പെട്ടേക്കണില്ലാന്ന്. അപ്പോൾ അത് നമ്മുടെ സവാളയും തക്കാളിയും അത്യാവശ്യം ഒന്ന് വാടി കുഴഞ്ഞ് വന്ന സമയപ്പോഴത്തേക്ക് നമ്മൾ ഒന്നിച്ചരച്ച് പേസ്റ്റാക്കി വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ കൂടിയുള്ള പേസ്റ്റ് ഇത് അങ്ങോട്ട് തട്ടി കൊടുത്തു വിട്ടാണ്. ഇനി അതും കൂടെ കൂടി എണ്ണയെ കൊടുന്ന് ഒന്നങ്ങോട്ട് മൂത്തോട്ടേന്ന് പറയുമ്പോൾ മൂത്തോട്ടേന്നായിട്ട് ഉദ്ദേശിച്ച ഒന്ന് മൂപ്പിക്കാൻ പച്ചമണം മാറുന്ന കാര്യമായിട്ട് ഉദ്ദേശിക്കും. മൂത്തോട്ടേ എന്ന് പറയുമ്പോൾ ഇവൻ എന്തോട്ട് പൂന്തോട്ടേ പറഞ്ഞതെന്ന് ചിന്തിക്കേണ്ട, ഒന്ന് ചൂടാക്കിയെന്നുള്ളൂ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും തക്കാളി എല്ലാം കൂടെ കൂടി വഴണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അതെ ഗരം മസാലേനെ പിടിച്ച് ആ എടുത്തേർന്ന ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഇരുന്നത് ചിക്കൻ മസാല ഇട്ടാ ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് തട്ടി കൊടുത്തു. തൊട്ട പുറകെ കളറിന് വേണ്ടിയിട്ടുള്ള ഒരു 3 സ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാട്ടാ, 4 സ്പൂൺ കാശ്മീരി ചില്ലിയായിട്ട് ഇട്ട് കൊടുത്തേ. അതിനുശേഷം ഒരു നുള്ള മീറ്റ് മസാലയും കൂടി ഇട്ടു. എല്ലാം കൂടെ കൂട്ടി ഇളക്കി അങ്ങോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടാ. മൂപ്പിച്ചെടുക്കാന്ന് പറഞ്ഞതിൻ്റെ കാരണം പൊരുൾ മനസ്സിലായി കാണൂലോ. ഒന്ന് എണ്ണയിൽ അങ്ങോട്ട് കിടന്ന് ഒന്ന് ചൂടായി കിട്ടിക്കോട്ടെ എന്ന്. ഈ കുക്കറിൽ വയ്ക്കുമ്പോൾ സവാളയും തക്കാളിയും ഒന്ന് വഴറ്റിയതിന് ശേഷമായിട്ട് നമ്മൾ മസാലയും സാധനങ്ങളൊക്കെ ചേർത്ത് സെറ്റാക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. അപ്പോൾ അതെ നമ്മുടെ ചിക്കന് ഗ്രേവി വേണം. ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളമായിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഞാൻ ഏകദേശം ഒരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് അളന്ന് കാണിക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഞാനൊരു കപ്പിലെടുത്ത വെള്ളം ഒഴിച്ചതാണ്. ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന മസാലയും സാധനങ്ങളെല്ലാം കൂടെ കൂടി ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നല്ല ടൈറ്റ് പരുവത്തിലായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്ത മസാലയൊക്കെ ഒന്നും കൂടെ ശരിക്കും തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ കഴുകി വാരി വെള്ളം വാഴ്ത്തി വെച്ചിരുന്ന ചിക്കനും കൂടെ തട്ടി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാൻ മറന്നാലും, അതായത് ഓയിൽ ഒഴിക്കാൻ മറന്നാലും ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. മറന്നു പോയാൽ കപ്പലും മയ്യത്തും. അപ്പോൾ അത് അങ്ങനെ എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു ഒന്ന് പയ്യൊന്ന് അടിയിൽ നിന്നും കൂടി കയറി വന്നൂട്ടാ. ജസ്റ്റ് ഒന്ന് ആവിയൊക്കെ ഒന്ന് പുറത്തേക്കൊന്ന് കയറി വന്ന് ആവി വന്നപ്പോഴത്തേക്കും നമ്മൾ പ്രഷർ കുക്കർ അടയ്ക്കുവാട്ടാ. കുക്കർ അടയ്ക്കാൻ വേണ്ടി കുക്കറിൻ്റെ അടുപ്പത്തേക്ക് വെച്ചപ്പോഴായിട്ട് ഒരു കാര്യം മറന്നുപോയാൽ നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ മേമ്പൊടിക്ക് മുകളിൽ ഒഴിക്കണമെന്ന് മറന്നു പോയിരുന്നു. അങ്ങനെ കുക്കറിൻ്റെ അടുപ്പ് രണ്ടാമത് ഒന്നോടെ തുറന്ന് നേരെ വെളിച്ചെണ്ണ ഒഴിച്ച് അതും കഴിഞ്ഞ് കുക്കർ അടുപ്പത്ത് വെച്ചോട്ടാ. കുക്കർ അടുപ്പത്ത് വെച്ച് വിസിൽ തന്നെ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ 1/4 മണിക്കൂർ വെള്ളം ഒഴിച്ച് കഴുകി വാരി കുതിർത്തിയിട്ടായിരുന്നു കഴിഞ്ഞാൽ ബിരിയാണി റൈസിനെ പിടിച്ച് നമ്മൾ സ്റ്റെയിനറിലേക്ക് എടുത്ത് മാറ്റി ഒഴിച്ചു വയ്ക്കോട്ടെ, വെള്ളം സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി. കാരണം ആ വെള്ളത്തിൽ കിടന്ന അരി കുതിർന്നിരുന്ന അതൊക്കെ ഒന്ന് മാറട്ടെ.
അപ്പോഴത്തേക്കും നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവാള, 2 കഷ്ണം കറുകപ്പട്ട, 4 ഗ്രാമ്പു, കുറച്ച് തക്കോലം, കുറച്ച് പെരിഞ്ചീരകം, 2 ഇതില് കറിവേപ്പില എല്ലാം കൂടെ കൂടി ഒന്നിച്ചാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന്? നമ്മുടെ നെയ്ച്ചോറിലേക്കുള്ള സാധനങ്ങളാണ്. ഓൾ സ്പൈസസ് എല്ലാം വേണമെന്നാണ്. ഏലക്കായന്റെ വില കേൾക്കുമ്പോൾ ചങ്കീന്നൊരു പിടുത്തായതുകൊണ്ട് ഏലക്ക മേടിച്ചില്ല കേട്ടാ. ഏലക്ക കിട്ടിയില്ല എന്ന് പറഞ്ഞാ കേട്ടോ നല്ലത്. ഈ സമയം കൊണ്ട് നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്ലെയിം കുറഞ്ഞ അടുപ്പത്തേക്ക് ഞാൻ കുക്കർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചീഞ്ചട്ടി വെച്ചു. ചീഞ്ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് എണ്ണ വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കറിവേപ്പിലും എല്ലാം കൂടെ കൂടി ഒന്നിച്ചൊരിട്ട എല്ലാം കൂടി ഇട്ടുട്ടോ. എന്തിനാന്നല്ലേ? നമ്മുടെ നെയ്ച്ചോറിലേക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണ രംഗാട്ടേക്കാണ്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇപ്പം എന്തുട്ടെങ്കിൽ അത് ഇങ്ങനെ കാണിക്കണമെന്ന് ചിന്തിക്കണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ അവിടെ ചെറിയ പണികൾ നടക്കണ്ടായിരുന്നു കേട്ടോ. 2 സവാളയും 2 തക്കാളിയും കുറച്ച് പച്ചവെള്ളവും കൂടെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചേർന്ന്. എന്തിനാന്നല്ല ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാവട്ടെ എന്നാ പരിപാടി എന്നുള്ളത്. അതിൻ്റെ പുറകെ പോയപ്പോഴത്തേക്ക് എണ്ണയിൽ കിടന്ന സവാളയൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള എല്ലാം കൂടെ ഒന്നിച്ച് വറുക്കുമാരി ഒരു കോരിയിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് അങ്ങനെ തന്നെ ഒരു പപ്പടത്തിനെ 4ആയിട്ട് കീറിയേക്കോട്ടാ. വറക്കാൻ എളുപ്പമുണ്ടാവും, പാത്രത്തിൽ ഇടാനുള്ള സൗകര്യത്തിനും കൂടെ കൂടിയട്ടാ ഒരു പപ്പടത്തിന് 4ആയിട്ട് മുറിച്ചേക്കുന്നത്. അങ്ങനത്തെ ആ എണ്ണയിൽ തന്നെ നമ്മുടെ പപ്പടം കൂടെ വറുത്ത് കോരിക്കൊണ്ടിരിക്കണ്ടിട്ടാ. പപ്പടം വറുത്ത് കോരി സെറ്റാക്കി അതും മാറ്റി വെച്ചു വിട്ടാ. ഇനിയാട്ടം നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോണത്. ഏത്? പപ്പടത്തിന്റെ പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ നെയ്ച്ചോറാണല്ലോ. കണ്ടോ, പപ്പടം 4ആയിട്ട് മുറിച്ചിട്ട് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ ഇടാൻ സൗകര്യം ഉണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് പുക വന്നത് എന്നാടെ ഉള്ളത് നീ കാണിക്കണമെന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തന്നെ. അടുത്ത കുക്കറെടുത്ത് അടുപ്പത്തേക്ക് കയറ്റി സ്റ്റൗവും കത്തിച്ച് ഓണാക്കി കുക്കറൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഏകദേശം കുറച്ചൊരു വെളിച്ചെണ്ണ എപ്പോഴും വെളിച്ചെണ്ണ വായിൽ വരുള്ളൂ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലായിട്ടായി ഒഴിച്ചു കൊടുക്കണേ. കുക്കറിന്റെ അടി ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു. കുക്കറിന്റെ അടിയിലെ ചൂടും എണ്ണയും കൂടെ കൂടി ചൂടായി മുരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എടുത്തു ചേർന്ന സ്പൈസസും സവാള എല്ലാം കൂടെ കൂടി എണ്ണ നന്നായിട്ട് ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുത്തുട്ടാ. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് സ്പൈസസ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്പൈസസ് കറുത്തും പോവും, സവാള വാടിയും പോകുന്നു. നമുക്ക് ആ സ്പൈസസ് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അത്രയും ചൂട് തന്നെ സവാളയ്ക്കും കിട്ടിയാൽ മതി. അപ്പോഴത്തേക്കും പിന്നെ നമ്മളത് മാറ്റി വെച്ചിട്ട് നമ്മൾ അളന്നു വെച്ചേർന്ന 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമായിട്ടാണ് ഞാനിവിടെ ഒഴിക്കണേ. ആ കപ്പിന് 1 കപ്പ് അരി ആയിരുന്നു ഞാൻ എടുത്തേർന്ന്. അതിനനുസരിച്ച് ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിക്കണ്ടിട്ടാ. വെള്ളം കുക്കറിലായതുകൊണ്ട് കൂടുകയും വേണ്ട കുറയുകയും വേണ്ട. കറക്റ്റ് അളവിന് വെച്ചാൽ മതി, ഒന്നും സംഭവിക്കാൻ പോലുള്ളതെന്ന്. അത് കഴിഞ്ഞ് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണ്ടിട്ടാ. ഉപ്പ് ഇപ്പം ഇട്ടത് കൂടാണ്ട് കുറച്ചും കൂടെ ഒന്നുകൂടെ ഇടണമെന്ന്, എന്നാലും അവർക്ക് തൃപ്തിയാവുള്ളൂ എന്ന്. അങ്ങനെ ആവശ്യത്തിനോട് ഉപ്പ് ഇട്ട് വെള്ളം തിളച്ചു തന്നെ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ സലാഡ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു വിട്ടാ. ഇപ്പം മനസ്സിലായില്ല, 2 സവാളയും 2 തക്കാളിയും കുറച്ച് പച്ചമുളക് എന്തിനാ കുനുകുനാന്ന് അരിഞ്ഞു ചേർന്ന്. അപ്പോൾ അതും കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് മറിയുന്ന വെള്ളത്തിലേക്ക് കുക്കറിലായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നെയ്യും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തുട്ടാ. നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ചു തന്നെ വെള്ളത്തിൽ 4 ഇളക്കിയിട്ട് ഒന്ന് ഉപ്പും കൂടെ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഇപ്പോഴായിട്ട് സൗകര്യമുള്ളൂ, ഇത് കഴിഞ്ഞാൽ പറ്റൂലെന്ന്. അങ്ങനെ ഉപ്പും നോക്കി വെള്ളത്തിൻ്റെ ഉപ്പും പാകത്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ കഴുകി വാരി സ്റ്റെയിൻ ചെയ്ത് കുതിർത്തി മാറ്റി വെച്ചേർന്ന് അരിനെ പിടിച്ച് കുക്കറിലേക്ക് ഒരു തട്ടും വെച്ചു കൊടുത്ത് ചുറ്റിക്കുന്ന ചട്ടവും കൊണ്ട് 4 ഇളക്കിയിട്ടുണ്ട് കേട്ടാ. ഈ സമയത്ത് സംശയം തീർക്കാൻ വേണ്ടി ഒന്നും കൂടെ ഉപ്പ് നോക്കണ്ടിട്ടാ. ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഓക്കെയാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിട്ട് നമ്മൾ തിളച്ച് വന്ന് കുക്കറിൽ അടപ്പ് അടയ്ക്കാൻ പോകുന്നത്. നമ്മൾ അരി അടുപ്പത്തിട്ട് കുക്കറിൽ അടുപ്പത്തിട്ട് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു തിളയും കൂടി തിളച്ച കയറി വരുമ്പോഴത്തേക്കും കണ്ടത് ആ പരുവത്തിൽ തിള കയറി വരുമ്പോഴായിട്ട് നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കണ്ടേ. കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഓരോ പരിപാടികളായിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി നിന്നെങ്കിലും കുക്കറിൻ്റെ വിസിൽ വന്നത് കൊടുക്കാൻ പറ്റിയില്ല എന്ന്. ഒരൊറ്റ വിസിലാട്ട വരാവോളൂ. ഒരു വിസിൽ വന്നാൽ അപ്പം തന്നെ ഓഫാക്കിക്കൊള്ളണം. പിന്നെ അവിടെ ഇരുന്നോട്ടെ 10 മിനിറ്റ്. ഈ സമയം കൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്ന ചിക്കൻ കറി അവിടെ വെന്ത് സെറ്റായിരുന്നു കേട്ടോ. ചിക്കൻ കറിക്ക് എത്ര വിസിലടിച്ചു എന്ന് പറയാൻ മറന്നുപോയില്ലോ അല്ലേ. ചിക്കൻ കറിക്ക് വേണ്ടത് 3 വിസിലാട്ട. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലുമായിട്ട് അടുപ്പിക്കണ്ടേ. ആ വിസിലടിപ്പിച്ചുമ്പോൾ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി അങ്ങോട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറിന്റെ ചമ്പ് അങ്ങോട്ട് തുറന്നു നോക്കിയിട്ടുണ്ടാ. ചെമ്പെന്ന് പറഞ്ഞ് ചമ്പ നല്ല ആയിപ്പോയി തട്ടാ. അങ്ങനെ നെയ്ച്ചോറിന്റെ കുക്കറിന്റെ മൂടി തുറന്ന് വറുത്ത് വെച്ചേർന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും എല്ലാം കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് വാരിയിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചട്ട കൊടുത്തിട്ടൊന്ന് കുത്തി പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചെമ്പ് ഇളക്കി മറിക്കുവാന്ന്, ചെമ്പല്ല കുക്കറിൽ കിടക്കുന്ന അരി ഒന്ന് ഇളക്കി മറിക്കുവാന്ന്. അതായത് ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റീം കംപ്ലീറ്റ് അവിടെ തന്നെ ഇരുന്ന് പോകുന്നവരെ നമ്മുടെ കുക്കറോടെ വച്ചേരട്ടോ. അതിന് ധൃതിയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റീം പോയി തീരാണ്ട് ഒരു കളി നടക്കൂല. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു ചോറിൽ തൊടാത്ത രീതിയിൽ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി. കുക്കറിൽ വേവിച്ച നെയ്ച്ചോറും കുക്കറിൽ വേവിച്ച ചിക്കൻ കറിയും കൂടെ പപ്പടവും സലാഡും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് സനീർ പാറപ്പാടൻ. താങ്ക് യു.